ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ചുണ്ട് ഭയങ്കരമായിട്ട് വരണ്ട് ഒരു ജാതി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡ്രൈ ലിപ്സ് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഡ്രൈ ലിപ്സ് ഉള്ള സമയത്ത് നമുക്ക് ഹീലൈറ്റിസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പറയും. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കോസസ് കാരണം നമുക്ക് ഈ ഒരു ഡ്രൈ ലിപ്സ് വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയാന്നുണ്ടെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള വെതറാണ്, ഇപ്പം ഭയങ്കര വിൻഡിയാണ്, ഭയങ്കര തണുപ്പ് കാലാവസ്ഥ, അത് ഡ്രൈ ആയിട്ടുള്ള വെതർ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഡ്രൈ ലിപ്സ് വരാനുള്ള സാധ്യതകൾ കൂട്ടുന്ന ഒരു എൻവയോൺമെന്റ് ആണത്. സൺ എക്സ്പോഷർ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വരണ്ട ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ കാണാറില്ല, ചിലപ്പോൾ ചുണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരണ്ടിരിക്കും. പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ ഇൻടേക്ക് കൂടുതലാണ്, കെഫീനൊക്കെ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻടേക്ക് ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ, ആൽക്കഹോളിൻ്റെ ഇൻടേക്ക് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള വെള്ളം നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടുന്നില്ല, ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്, ഈ ഡ്രൈ ലിപ്സിന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോഴ്സ് എന്ന് പറയുന്ന ഒന്നാണ് നമ്മൾ നാവ് കൊണ്ട് ചുണ്ട് നക്കുക എന്നുള്ളൊരവസ്ഥ. മിക്ക ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ചെയ്യുന്നത്, അത് അവരുടെ ഹാബിറ്റായിട്ട് വരുന്നതായിരിക്കും, പക്ഷേ ഡ്രൈ ലിപ്സ് അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാർ ഒരിക്കലും ഈ ഒരു ലിക്കിംഗ് സംഭവം പാടില്ല, കാരണം അത് വീണ്ടും ഡ്രൈനെസ്സിനെ കൂട്ടും. സലൈവ, നമ്മുടെ ഉമിനീര് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ആവുമ്പോൾ തന്നെ ഈ മോയ്സ്ചറും പെട്ടെന്ന് തന്നെ പോകുകയും ചെയ്യും. പിന്നെ മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസോ എന്തെങ്കിലും ഇറിറ്റൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ചില ലിപ് ബാം അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ്, പിന്നെ എന്തെങ്കിലും കോസ്മെറ്റിക് പ്രൊഡക്ട്സ്, സ്കിൻ കെയറിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മൂലമായിട്ടൊക്കെ ഇതുപോലെ ഡ്രൈ ലിപ്സ് വരാറുണ്ട് ചില ആൾക്കാർക്ക്. പിന്നെ ചില ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ വരാം. വിറ്റമിൻ ബി, അയൺ, സിങ്ക് എന്നിവയുടെ ഒക്കെ അഭാവം അല്ലെങ്കിൽ കുറവ്, ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ മെഡിക്കൽ കണ്ടീഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചില സ്കിൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രോബ്ലംസ് കാരണം ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്. അതിൽ വരുന്നതാണ് എക്സിമ, ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിപ്സ് ഡ്രൈ ആവും. ഡയബറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിപ്സ് ഡ്രൈ ആവും. പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നതായിട്ടുള്ള മരുന്ന്, എന്തെങ്കിലും അസുഖത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ടും ഇത് വരാം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ഇത്രയും പറഞ്ഞത് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാം എന്തൊക്കെയാണ് ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഡ്രൈ ലിപ്സ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാറ്റിയെടുക്കാനായിട്ട്? സ്റ്റേ ഹൈഡ്രേറ്റഡ്, എപ്പോഴും വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ മോയ്സ്ചറൈസ് ചെയ്യാന്നാണ്. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിയത്തിൻ്റെ കണ്ടന്റുള്ള ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. ഷിയ ബട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ കൂടുതലും ബാംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓപ്റ്റ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മെല്ലുള്ള അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഈ ഒരു ലിപ് ബാം ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ഇൻട്രസ്റ്റഡ് ആവുക വാങ്ങിക്കാനായിട്ട്. പക്ഷെ അങ്ങനത്തെ വാങ്ങിക്കാതിരിക്കുക, അത് ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനത്തത് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. ചിലപ്പോൾ ലോക്കൽ ബ്രാൻഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നോർമലായിട്ടുള്ള ലിപ്സ് പോലും ഡ്രൈ ആവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ അഗ്രവേറ്റ് ചെയ്യുന്നത്, ഇത് കൂട്ടാനായിട്ട് ചാൻസ് ഉള്ളതായിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഞാൻ പറഞ്ഞതുപോലെ ലിക്കുക, ചുണ്ട് നക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഇങ്ങനെ കടിക്കുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ, ലിപ്പ് കടിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ നമ്മൾ മൗത്ത് വഴി, വായ വഴി ശ്വാസം വലിക്കുന്ന, ഉറങ്ങുന്ന സമയത്തായാലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന മൂക്ക് ബ്ലോക്ക് ആവുന്ന സമയത്തൊക്കെ ആൾക്കാർ ചിലപ്പോൾ വായ വഴി ശ്വസിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഡ്രൈ ലിപ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്താലാണ് ഇത് വരുന്നതെങ്കിൽ ആ പ്രശ്നത്തിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാരണമാണെന്നുണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസിയെ എങ്ങനെ നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിനുള്ള സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഫുഡ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലൂടെ അങ്ങനെ ചെയ്യാം. ഇനി ഇപ്പം എന്തെങ്കിലും മെഡിസിൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്ത് നിന്നാണോ കഴിക്കുന്നത് ആ ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് ഇങ്ങനെ സിംറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതെങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട്, ഇനിയിപ്പം മെഡിസിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് മെഡിസിൻ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വേറെ ഏതെങ്കിലും മെഡിസിനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ മെഡിസിൻ്റെ കുറയ്ക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് ആ ഡോക്ടർക്ക് പറ്റിയെന്നിരിക്കും.
പിന്നെ ലിപ് ബാം വിത്ത് SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോക്കലായിട്ടുള്ള ലോക്കൽ ബ്രാൻഡിൻ്റെ ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ലോക്കൽ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോഴും സ്ത്രീകളിൽ ഇതുപോലെ ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലോക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിലേക്കും ഇങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ എടുക്കാതിരിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് പ്രിവെൻഷനും. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു ലിപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഡ്രൈനെസ് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ തന്നെയാണ്. ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്ന SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പെട്രോളിയം കണ്ടന്റ് ഉള്ള എന്തെങ്കിലും ലിപ് ബാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മോയ്സ്ചർ എഫക്റ്റ് തരുന്നതായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലിപ്പിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. ഒരാൾ യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെ യൂസ് ചെയ്യും, മറ്റൊരാളിലേക്ക് പോകാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഇറിറ്റൻസ് ഉള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അത് ഒഴിവാക്കി തന്നെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രിവെൻഷനിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണ് ഇതിൻ്റെ കോസസ് എന്താണെന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് ഇത് എഫക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.